തൻ്റെ നിറവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നടത്തിയ ചില പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മാത്രമല്ല നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലും അച്ചടി പത്രങ്ങളിലും വരെ വളരെ വലിയ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിരിക്കുകയാണ്. മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് മുഖപ്രസംഗം എഴുതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് പത്രസ്ഥലം ഇതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ആ വാർത്തയ്ക്ക് കിട്ടിയ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ നിറം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയൊരു വിഷയമല്ല. പക്ഷേ നിറം മാത്രമല്ല. ഇപ്പോൾ കറുത്ത നിറമുള്ളവർ മോശക്കാരാണ്, അല്ലെങ്കിൽ കറുപ്പ് നിറം കൊള്ളരുതാത്ത ഒന്നാണ് എന്നൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് വെറും തൊലിയുടെ നിറം മാത്രമല്ല, അത് ജാതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. പിന്നെ കീഴാളനും മേലാളനും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ഘടകമുണ്ട്. വംശീയതയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ശാരദാ മുരളീധരനെ സംബന്ധിച്ച് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ സമുദായം എന്താണ്, ജാതി എന്താണ്, ഉപജാതി എന്താണ് എന്നൊന്നും ഒരിക്കലും ഒരു വിഷയമായിട്ടില്ല. ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഇവരുടെ ഭർത്താവായിരിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിനെ അപേക്ഷിച്ച് ശാരദ അല്പം കൂടി ഇരുണ്ട നിറമുള്ള ആളാണ് എന്നുള്ളത് മാത്രമാണ്. ഇവർ IAS കാരിയാണ്. IAS പരീക്ഷ ഉയർന്ന നിലയിൽ പാസ്സായതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പല പദവികളും വഹിച്ച ഒരു മഹതിയാണ്. ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും വലിയ പദവിയാണ് ചീഫ് സെക്രട്ടറി. ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ആ നിലയ്ക്കുള്ള അവരുടെ കർത്തവ്യ നിർവഹണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നതിന് പകരം ഇവരുടെ തൊലിയുടെ നിറം ആരെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും പരാമർശ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കാവുന്നേ ഉള്ളൂ. തൊലിയുടെ നിറം നോക്കിയിട്ടല്ലോ ചീഫ് സെക്രട്ടറിയുടെ മഹത്വം കണക്കാക്കുന്നത്. ഇതിനു മുമ്പും ഇരുണ്ട നിറമുള്ള ആളുകൾ ആ സ്ഥാനത്തിരുന്നുണ്ട്. അവരും ഒരു പക്ഷേ ഈ രീതിയിലുള്ള പരാമർശങ്ങൾക്ക് വിധേയരായിരുന്നിരിക്കാം. പക്ഷേ അതല്ലല്ലോ പ്രധാനം. ഒരു ഉദ്യോഗസ്ഥ സത്യസന്ധമായിട്ടാണോ കാര്യപ്രാപ്തിയോട്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇത് സത്യം പറഞ്ഞ ഒരു വളരെ ചെറിയ വിഷയമാണ്. എത്രയോ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുമുണ്ട്. കറുത്ത വർഗ്ഗക്കാർ എന്ന് നമ്മൾ പരക്കെ പറയുന്ന പട്ടികജാതി വിഭാഗക്കാരുണ്ട്. അവരിൽ പോലും എല്ലാവരും കറുത്തവരല്ല എന്നുള്ളതും വേറൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. പട്ടിക സമുദായക്കാരിൽ എല്ലാവരും കറുത്തവരും എല്ലാവരെയും ഇരുണ്ട നിറമുള്ളവരല്ല. അതിലും താരതമ്യേന വെണ്മയുള്ള ആളുകളുണ്ട്. മാത്രമല്ല, ഇന്ത്യക്കാർ മുഴുവൻ ഇന്ത്യക്കാരെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അങ്ങനെ വർഗീകരിക്കുന്നതിൽ കഥയില്ല.